ഹായ്, ശരത്താണ്. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ എനിക്ക് കഴിഞ്ഞ ഒരു വർഷം നോക്കിയാൽ ഏകദേശം 200% മുകളിൽ റിട്ടേൺ മാത്രം ജനറേറ്റ് ചെയ്ത ഒരു കമ്പനിയെ പറ്റിയിട്ടാണ്. അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഏകദേശം 3 ഇരട്ടിയായിട്ടുണ്ട്. സോ ആ ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ടും ആ ഒരു സ്റ്റോക്കിൽ എൻ്റെ ഒരു ജേർണി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെയാണ് എൻട്രി എടുത്തത്, അല്ലെങ്കിൽ പിന്നീട് ഞാൻ ആ സ്റ്റോക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, ഇപ്പോഴും അത് ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാനിവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഏത് രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റോക്കുകളെ ട്രാക്ക് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് റിട്ടേൺ മേക്ക് ചെയ്ത് തരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, ഇതിൽ ആക്ച്വലി റിട്ടേൺ മേക്ക് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ട് ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് നമുക്കുള്ളത്, നമ്മൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. സോ അതിനനുസരിച്ചിട്ട് ബിസിനസ് പെർഫോമൻസ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ബിസിനസിന്റെ പെർഫോമൻസ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ മോശമായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും, അല്ലെങ്കിൽ ശരിക്കും എന്താണ് നമ്മൾ ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോക്കുകളെ പഠിച്ച് മാനേജ്മെന്റ് കമന്ററി കാര്യങ്ങളൊക്കെ കേട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അത് നമുക്ക് ശരിക്കും വർത്തായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് ആക്ച്വലി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന പൈസ മേക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ എല്ലാവർക്കും ആ ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിലുള്ള വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതല്ലാതെ ഈ ഒരു വീഡിയോ തന്നെ ഇതിന്റെ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് പോയിട്ട് നാളെ പോയിട്ട് നിങ്ങൾ ബൈ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഒരു വർഷത്തിൽ എനിക്ക് ഏകദേശം 200% റിട്ടേൺ തന്ന സ്റ്റോക്കാണ്. ഞാൻ അതിന് മുമ്പ് ഈ സ്റ്റോക്കിൽ ബൈ ചെയ്യുന്നുണ്ട്, അതിനുശേഷവും ഞാൻ ആ സ്റ്റോക്കിൽ ബൈ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ ഏകദേശം ജൂലൈയിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് ഇപ്പോൾ നോക്കിയാൽ ഏകദേശം 200% മുകളിലേക്ക് ഗ്രോ ചെയ്തിരുന്നത്. കഴിഞ്ഞ ജൂലൈയാണ് 2025 ജൂലൈയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന എമൗണ്ട് ഏകദേശം 200%, അതായത് 3 ഇരട്ടിയായിട്ടുണ്ട്. ഇപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ ബൈ ചെയ്ത എമൗണ്ട് ഉണ്ട്, അതും ഇപ്പോൾ ഒരുപാട് വളർന്നിട്ടുണ്ട്. 100%-നൊക്കെ മുകളിൽ റിട്ടേൺ തന്നിട്ടുണ്ട്. അതിനുശേഷം ബൈ ചെയ്തത് 100%-നൊക്കെ റിട്ടേൺ തന്നിട്ടുണ്ട്. സോ ഓവറോൾ എൻ്റെ പോർട്ട്ഫോളിയോയിൽ നോക്കിയാൽ ആ ഒരു സ്റ്റോക്കിൽ ഞാൻ പല സമയത്തായിട്ട് ബൈ ചെയ്തെങ്കിലും അതെല്ലാം കൂടെ നോക്കിയാൽ പോലും എനിക്ക് 100%-ന് മുകളിലേക്കാണ് ഇപ്പോഴും ആ ഒരു മൊത്തത്തിൽ ആ പോർട്ട്ഫോളിയോയിൽ ആ സ്റ്റോക്കിന്റെ റിട്ടേൺസ് എന്ന് പറയുന്നത്. സോ ആ ഒരു രീതിയിൽ പെർഫോമൻസ് കാര്യങ്ങൾ നിന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തൊട്ട് അക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾ കയറിയിട്ട് ചാടിക്കയറി ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിസ്ക് കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, ബിസിനസ് മനസ്സിലാക്കാതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോനെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഇത് ശരിക്കും ഒരു സ്റ്റഡി പർപ്പസ് എന്ന് പറയാവുന്ന രീതിയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നമുക്കിനി എന്തായാലും നേരെ സ്റ്റോക്ക് ഏതാണെന്നുള്ള കാര്യം നോക്കിയാൽ, സ്റ്റോക്കിനെ പറ്റിയിട്ട് ഓൾറെഡി നമ്മൾ ഈ ഒരു ചാനലിൽ, ഞാൻ ഈ ചാനൽ കഴിഞ്ഞ ഒക്ടോബറിലാണ് തുടങ്ങിയത്, ഏകദേശം 1 വർഷം ആകാറായി. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ എല്ലാ ക്വാർട്ടറിലും റിസൾട്ട് വരുന്ന സമയത്തൊക്കെ ഈ ഒരു കമ്പനിയെ ട്രാക്ക് ചെയ്യാൻ, റിസൾട്ടിന്റെ വീഡിയോസ് ഒക്കെ പരമാവധി ചെയ്യാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ളതാണ്. കമ്പനിയുടെ പേരെന്ന് പറഞ്ഞാൽ സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്നാണ്. സ്കൈ ഗോൾഡ് മെയിനായിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ അവർ B2B ജുവലറി മാനുഫാക്ചർ ആണ്. നമ്മുടെ കല്യാൺ ജുവലേഴ്സോ അല്ലെങ്കിൽ ജോയി ആലുക്കാസോ സെൻഗോ ഗോൾഡോ ഇങ്ങനത്തെ, അല്ലെ ടൈറ്റൻ അവർ ഇപ്പോഴാണ് കസ്റ്റമർ അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൈറ്റൻ ഇല്ല നേരത്തെ ഒന്നും. അപ്പോൾ ഇതുപോലത്തെ ജുവലറികൾക്ക് അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഈ ജുവലറി മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യമാണ് സ്കൈ ഗോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് B2B ബിസിനസ് ആണ്. അവരൊരു കമ്പനിയാണ്, അവർ അവിടുന്ന് പ്രൊഡക്റ്റുകൾ കൊടുക്കുന്ന ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്കല്ല, ഈ പറഞ്ഞ വേറെ ജുവലറി കമ്പനികളിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് സ്കൈ ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കൈ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് അവരുടെ ബിസിനസ്. അവർ B2B മാനുഫാക്ചർ ആണ്. അതുകൊണ്ട് തന്നെ ഇവർ ആദ്യ സമയങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കിപ്പോൾ ഒരു കസ്റ്റമർ, ഇപ്പോൾ കല്യാൺ ജുവലേഴ്സിന് ഇപ്പോൾ ജുവലറി വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഓർഡർ കൊടുക്കുക ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇത്ര ഗോൾഡ് വെച്ചിട്ടുള്ള ഇന്ന രീതിയിലുള്ള ജുവലറി കാര്യങ്ങളൊക്കെ വേണമെന്നുള്ള രീതിയിൽ ഓർഡർ കൊടുക്കുകയും ഇവർ സ്വന്തമായിട്ട് പോയിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്ത് അതിൽ കല്യാണിന്റെ ഡിസൈൻ അപ്രൂവൽ കിട്ടിയിരിക്കുന്ന ഡിസൈനിനനുസരിച്ചിട്ടുള്ള ജുവലറി കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അവിടുന്ന് ആ ബിസിനസ്സിൽ കുറേ ചേഞ്ചുകൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോകാം. അപ്പോൾ ഞാൻ ഈ 200% റിട്ടേൺ കിട്ടി എൻട്രി എടുക്കുന്നത് കഴിഞ്ഞ Q1 റിസൾട്ടിന് ശേഷമാണ്. സോ അതിന് മുമ്പ് നോക്കിയാൽ, അതായത് FY25 നോക്കിയാൽ മാനേജ്മെന്റിന്റെ ഗൈഡൻസ് കാര്യങ്ങൾ, നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കാം. മാനേജ്മെന്റ് എന്താണ് പറഞ്ഞിരുന്നത്, അതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഇവർ എക്സിക്യൂഷനും കാര്യങ്ങളൊക്കെ വന്നിരുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻട്രി എടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മൾ കൃത്യമായിട്ട് കമ്പനിയെ പഠിക്കും. അതിനുശേഷം മാനേജ്മെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ള കാര്യം നോക്കും. ഫ്യൂച്ചറിലേക്ക് ആ ഒരു ബിസിനസിന്റെ പൊട്ടൻഷ്യൽ എന്താണ്, അടുത്ത 2-3 വർഷത്തേക്ക് എങ്ങനെ വളരാനാണ് സാധ്യത, ആ കമ്പനി വരുന്ന സെക്ടറിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാര്യങ്ങളുണ്ടോ, അവിടെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കും. അതേപോലെ തന്നെ ഈ മാനേജ്മെന്റ് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കും. അതേപോലെ തന്നെ ആ ഒരു സെക്ടറിൽ ഇവരൊരു ലീഡിംഗ് പ്ലെയർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. നമുക്ക് ഒരു സെക്ടർ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഗ്രോത്ത് ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞാലും ആ ഗ്രോത്തിനെ ഇവർ ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇവർക്ക് ആ ഒരു സെക്ടറിൽ ഇവരെയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വേറെ കമ്പനികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ബിസിനസ്സുകളാണ് നമുക്ക് എപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആവശ്യമായിട്ടുള്ളത്. നമുക്ക് FY24 കാര്യം നോക്കിയാൽ അവർ FY24 ഒക്കെ ആവുന്ന സമയത്താണ് ഇവർ മെയിൻ ബോർഡിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ BSEയിലേക്കോ NSEയിലേക്കോ കൃത്യമായിട്ട് വരുന്നത്
2024 സമയത്ത് FY24 സമയത്താണ്. ആ ഒരു സമയത്ത് ഇവർ മെയിൻ ബോർഡിലേക്ക് വരുന്ന സമയത്ത് ഇവരുടെ മൊത്തം റവന്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 1700 കോടിയൊക്കെ മാത്രമായിരുന്നു അവർക്ക് റവന്യൂ ഉണ്ടായിരുന്നത്. FY24 എനിക്ക് തോന്നുന്നു FY23 1100 കോടി മറ്റായിരുന്നു റവന്യൂ. FY24 ആവുന്ന സമയത്ത് 1700 കോടി മറ്റൊക്കെ റവന്യൂ. ആ ഒരു രീതിയിലായിരുന്നു ഇവർക്ക് റവന്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം FY25 എൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്താണ് ഞാൻ ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഇവർ FY26ലേക്ക് ഇവർ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. FY26 അടുത്ത കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലേക്ക് ഇവർ ഗൈഡ് ചെയ്തിരുന്നത് 5400 കോടിയുടെ റവന്യൂ ചെയ്യുന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ FY27ലേക്ക് ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് അവർ അന്ന് ഗൈഡ് ചെയ്തിരുന്നത് ഏകദേശം 7600 കോടിയുടെ റവന്യൂ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ ചെയ്യുമെന്നുള്ള കാര്യമാണ്. സോ ആ ഒരു രീതിയിലൊക്കെ ഉള്ള സമയത്താണ് ഞാൻ ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്ന കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ 200% റിട്ടേൺ കിട്ടിയ ഒരു ഏരിയയിൽ എൻട്രി എടുക്കുന്നത് വെച്ചാൽ FY26ന്റെ Q1ന്റെ റിസൾട്ടിന്റെ സമയത്താണ്. FY26ന്റെ Q1 റിസൾട്ട് നോക്കിയാൽ ആ ഒരു സമയത്ത് അവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 56% റവന്യൂ ഗ്രോത്തും അതുപോലെ തന്നെ പ്രോഫിറ്റിൽ 100% മുകളിലൊക്കെ പ്രോഫിറ്റ് ഗ്രോത്തും വന്ന ഒരു ക്വാർട്ടർ ആയിരുന്നു Q1 എന്ന് പറയുന്നത്. സോ അതിന് മുമ്പിലത്തെ ഫൈനാൻഷ്യൽ ഇയർ ഒക്കെ നോക്കിയാൽ അവർ 100% മുകളിൽ ഗ്രോ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അവിടെ വന്നിട്ട് മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് ഗൈഡ് ചെയ്യുന്നത് FY26ലെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ FY25 അവർ 3500 കോടിയൊക്കെ ആയിരുന്നു അവർ ചെയ്തിരുന്നത്. 3548 കോടിയായിരുന്നു അവരുടെ റവന്യൂ എന്ന് പറയുന്നത്. സോ അവിടുന്ന് FY26ലേക്ക് മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല 5400 കോടി. അതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 50% മുകളിലാണ് അവിടെ റവന്യൂ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ് അവിടെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്താണ് എൻട്രി എടുക്കുന്നു. അവിടെ മാനേജ്മെന്റ് പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്കിലെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ Q1 വന്നിരുന്നു. ഏകദേശം ഒരു 290 രൂപ ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്കിലേക്ക് എക്സ്ട്രാ ഫണ്ട് ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഗൈഡൻസ് ഞാൻ പറഞ്ഞില്ല ഈ 50-60%, അതായത് 5400 കോടിയിലേക്ക് റവന്യൂ എത്തിക്കും എന്നുള്ള കാര്യമാണ്. സോ അതിന് ശേഷം Q2ന്റെ റിസൾട്ട് വരുന്ന സമയത്ത് Q2ന്റെ റിസൾട്ടിൽ ഇവർ ഏകദേശം എനിക്ക് 80% മുകളിൽ റവന്യൂ ഗ്രോത്തും അതുപോലെ പ്രോഫിറ്റ് 90% 80% ആ ഒരു റേഞ്ചിലാണ് അവരുടെ റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഉണ്ടായിരുന്നത് Q2ന്റെ റിസൾട്ടിന്റെ സമയത്താണ്. Q2ന്റെ റിസൾട്ടിന്റെ സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ പറഞ്ഞ പോലെ റവന്യൂ ഗ്രോത്ത് നല്ല രീതിയിൽ വരാൻ തുടങ്ങി. പക്ഷേ ഇവരുടെ FY26ലേക്കുള്ള റവന്യൂ ഗൈഡൻസ് പറഞ്ഞാൽ 5400 കോടിയാണ്. പക്ഷേ നമുക്ക് ആ Q2ന്റെ റിസൾട്ട് കാണുമ്പോൾ പറയാം Q1ലും നല്ല രീതിയിൽ ഗ്രോത്ത് കാര്യങ്ങൾ വന്നു, Q2ൽ അതിനേക്കാളും കൂടുതൽ ഗ്രോത്ത് വന്നു. സോ അതുകൊണ്ട് തന്നെ അവരെന്തായാലും 5400 കോടി എന്നുള്ള ഈ ഒരു FY26ലെ ഗൈഡൻസ് അവർ ബീറ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഏകദേശം Q2ന്റെ റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്കൊരു ധാരണ കിട്ടും. കാരണം പ്രോഫിറ്റിലേക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ആണ്. കാരണം 2 ക്വാർട്ടറിലും ഏകദേശം 100% ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ H1ൽ ഏകദേശം 100%ഓളം ഇവർക്ക് പ്രോഫിറ്റിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. സോ ആ ഒരു രീതിയിൽ തന്നെ റവന്യൂവിൽ ഈ ഗ്രോത്ത് വന്നുകൊണ്ട് തന്നെ എന്തായാലും 5400 കോടി എന്നുള്ളത് 5400 എന്നുള്ള ഒരു 6000 കോടി അടുത്തേക്ക് 5400നും 6000നും ഇടയ്ക്കുള്ള ഒരു രീതിയിലേക്ക് ഇവർ റവന്യൂ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അതുപോലെ തന്നെ നമ്മൾ അതിനടുത്ത വർഷത്തെ ഗൈഡൻസ് കാര്യങ്ങൾ നോക്കി FY27ലെ ഗൈഡൻസ് ഞാൻ പറഞ്ഞില്ല 7600 കോടിയാണ് അവർ ഗൈഡ് ചെയ്തിരിക്കുന്നത്. അത് 2-3 വർഷമായിട്ട് അവർ അതാണ് ഗൈഡ് ചെയ്തിരുന്നത്. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേന് FY27ലേക്കുള്ള പൊട്ടൻഷ്യൽ നോക്കുന്ന സമയത്തേക്ക് നമുക്ക് വീണ്ടും ഇവരുടെ ഗ്രോത്ത് അതിന് മുമ്പിലത്തെ വർഷം ഞാൻ പറഞ്ഞില്ല 100% മുകളിൽ ഗ്രോ ചെയ്ത കമ്പനിയാണ്. അതിനുശേഷം ഈ ഒരു വർഷം 50% 60%ആണ് ഗൈഡ് ചെയ്യുന്നതെങ്കിലും അതിനടുത്ത വർഷത്തിലേക്ക് നോക്കുമ്പോഴത്തേന് ഈ ഒരു രീതിയിൽ റവന്യൂ ഗ്രോത്ത് 5500-നും 6000-നും ഇടയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് FY27ലെ ഇവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 20-25%-ലേക്കൊക്കെ അന്നത്തെ കാൽക്കുലേഷനാണ് ഏകദേശം 20-25%-ലേക്ക് ഗ്രോത്ത് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത് മാനേജ്മെന്റ് ആണെങ്കിൽ ഇവരുടെ ഗൈഡൻസ് കാര്യങ്ങളൊന്നും ഇൻക്രീസ് ചെയ്യുന്നുമില്ല. അതേപോലെ തന്നെ സെയിം ടൈമിൽ എൻ്റെ ഈ സ്റ്റോക്കിലുള്ള അലോക്കേഷൻസ് കാര്യങ്ങൾ നോക്കിയാൽ ഏകദേശം നല്ല രീതിയിൽ 10%-നൊക്കെ മുകളിലേക്ക് എൻ്റെ അലോക്കേഷൻ ഈ ഒരു സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നോർമലി അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകളിൽ 10%-ന് മുകളിലേക്കൊന്നും എൻ്റെ ഒരു സ്റ്റോക്കിൽ അലോക്കേഷൻ കാര്യങ്ങൾ കൊണ്ടുപോകാറില്ല. സോ ആ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മാനേജ്മെന്റ് ഗൈഡൻസ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ ഒരു സ്റ്റോക്കിലുണ്ടായിരുന്ന ഗ്രോത്തിന്റെ സ്പീഡ് കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. 60%, 100%ഒക്കെ ഗ്രോ ചെയ്യുന്ന കമ്പനി 20-25%-ലേക്കൊക്കെ അടുത്തൊരു വർഷം മാറാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ഫീൽ വന്നുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു 20-25%-ഓളം എൻ്റെ അതിനകത്തുണ്ടായിരുന്ന ഹോൾഡിംഗ് ഞാൻ ഈ സ്റ്റോക്കിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കാരണം Q2ന്റെ റിസൾട്ട് നല്ലതാണ്, റിസൾട്ടിന് യാതൊരു പ്രശ്നവും കാര്യമൊന്നുമില്ല. പക്ഷേ അവിടെ വന്നിട്ട് കാര്യം വെച്ചാൽ നമ്മൾ അടുത്ത വർഷത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മുന്നിലേക്കുള്ള വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഗ്രോത്തിന്റെ പേസ് കുറയാന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം സ്റ്റോക്ക് ഹൈ പേസിൽ ഗ്രോ ചെയ്യുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും നല്ല വാല്യുവേഷൻസ് ഒക്കെ കൊടുക്കാനൊക്കെ ആൾക്കാർ റെഡി ആയിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഇവരുടെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കുറയുന്ന സമയത്തേക്ക് ആൾക്കാർ എക്സ്പെക്ട് ചെയ്തിരുന്നതിനും ഗ്രോത്ത് കുറയുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ആ സ്റ്റോക്ക് എക്സ്പെൻസീവ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. കാരണം അവർ ആന്റിസിപ്പേറ്റ് ചെയ്ത രീതിയിൽ പ്രോഫിറ്റിൽ ഗ്രോത്ത് വരില്ല എന്നുള്ള സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സ്റ്റോക്കിൽ നിന്ന് ചെറിയൊരു പെർസെൻറ്റേജ് അവിടുന്ന് അലോക്കേഷൻസ് കാര്യങ്ങൾ കുറച്ചിരുന്നു. അതിന്റെ വേറെ റീസൺ കൂടെ ഉണ്ട്. കാരണം ആ സമയത്ത് ഞാൻ നേരത്തെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു സ്റ്റോക്കിൽ ഞാൻ എൻട്രി എടുത്തിട്ട് ഞാൻ ഒരുപാട് സ്റ്റോക്കുകളിൽ ട്രാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഞാൻ ആ സ്റ്റോക്കുകളിലേക്ക് എക്സ്ട്രാ ഫണ്ട് ആഡ് ചെയ്യുന്നു. ഒന്നെങ്കിൽ എനിക്ക് പുറത്തുനിന്ന് വേറെ ഫണ്ട് വരാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ മോശമായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ് ചെയ്യാറ്. ആ ഒരു സമയത്താണ് ഈ Q2 റിസൾട്ട് എനിക്ക് സമയത്ത്, ഇത് നവംബറിലെ കാര്യമാണ് പറയുന്നത്, ആ ഒരു സമയത്ത് കഴിഞ്ഞ വർഷത്തെ കാര്യമാണ്. ആ ഒരു സമയത്ത് നോക്കുമ്പോൾ എനിക്ക് ഏതൊരു നല്ല രീതിയിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള രീതിയിലൊക്കെ ആയിട്ട് എനിക്ക് ഏതൊരു അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഏതറിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏതറിൽ എനിക്കൊരു പൊസിഷൻ എടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡിസംബറിലാണ് ഏതറിൽ പൊസിഷൻ എടുക്കുന്നത്.
അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സമയത്ത് ഫണ്ടിന്റെ ആവശ്യമുണ്ട്. ആ സെയിം ടൈമിൽ തന്നെയാണ് ഈ പറഞ്ഞ സ്കൈ ഗോൾഡിന്റെ പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫണ്ട് അവിടുന്ന് കട്ട് ചെയ്യുക, അത് ഞാൻ ഏതറിലേക്ക് ആഡ് ചെയ്യുകയാണ് ആ ഒരു സമയത്ത്. ഇത് കട്ട് ചെയ്ത് ഏകദേശം 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ ഏതറിലേക്ക് പുതിയ ഫണ്ട് ആഡ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. സോ അതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തു. കാരണം വെച്ചാൽ ഓൾറെഡി എനിക്ക് നല്ലൊരു പൊസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്ത് Q3 റിസൾട്ടിന് വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, FY27 ഗൈഡൻസ് കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ് കൂട്ടേണ്ട വളരെ അത്യാവശ്യമാണ്. കാരണം അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വളരെ താഴേക്ക് പോകും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വീണ്ടും ഇവിടുന്ന് ഗ്രോത്ത് ഈ ഗൈഡൻസ് കാര്യങ്ങൾ അവർ ഇംപ്രൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ Q3 റിസൾട്ടിന്റെ സമയത്ത് നല്ലൊരു പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന രീതിയിലാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സമയത്ത് അവരുടെ Q3 റിസൾട്ടിന്റെ സമയത്ത് നോക്കിയാൽ അവരുടെ റവന്യൂ ഗ്രോത്ത് നോക്കിയാൽ റവന്യൂ ഗ്രോത്ത് ഏകദേശം 77%, പ്രോഫിറ്റ് ഗ്രോത്ത് 120% മുകളിൽ പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിരുന്നു Q3. സോ നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങളുണ്ട്. സോ ഗ്രോത്ത് അതിന് മുമ്പിലത്തെ ക്വാർട്ടറുണ്ട്. പക്ഷെ നമുക്ക് അറിയേണ്ടത് ഇവിടുന്ന് ഗൈഡൻസിലൊക്കെ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ്. ആ ഒരു സമയത്ത് മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് വന്നിട്ട് ഇവരുടെ FY26 അതായത് റൺ ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലെ ഗൈഡൻസ് 5400 കോടിയിൽ നിന്ന് 6100 കോടിയായിട്ട് ഗൈഡൻസ് കൂട്ടി. അതിന്റെ കാരണം എന്താ വെച്ചാൽ അവരുടെ ലാസ്റ്റ് 3 ക്വാർട്ടർ നോക്കിയാൽ ഓൾമോസ്റ്റ് അവർ 5400 കോടി എന്നുള്ള ഒരു രീതിയിലേക്ക് സ്വാഭാവികമായിട്ട് എത്തും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഏകദേശം അത് 6100 കോടിയായിട്ട് അവരുടെ ഗൈഡൻസ് കൂട്ടി. അതായത് 70-75% ആ ഒരു ഫൈനാൻഷ്യൽ ഇയറിലെ മൊത്തത്തിലെ ഗൈഡൻസ് കൂടുകയാണ് ചെയ്തിരുന്നത്. സോ നല്ല രീതിയിൽ അവർ ഗൈഡൻസ് കൂട്ടുക. അതുപോലെ തന്നെ അവരുടെ പാറ്റ് മാർജിൻ അവർ ഗൈഡ് ചെയ്തിരുന്നു. അതായത് എത്ര ശതമാനം അവർ ഈ പറഞ്ഞ റവന്യൂവിന്റെ പ്രോഫിറ്റ് ആയിട്ട് വരും എന്നുള്ള കാര്യം. അത് അവർ 4.25% മുകളിൽ ഉണ്ടാവും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. സോ ആ ഒരു രീതിയിലേക്ക് അവർ ആ ഗൈഡൻസും കൂട്ടി. അപ്പോൾ പാറ്റ് മാർജിനും കൂടുന്നുണ്ട്, അതേപോലെ തന്നെ ഇവരുടെ റവന്യൂവിന്റെ ഗൈഡൻസും കൂട്ടുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞ വർഷം നോക്കിയാൽ ഏകദേശം 130 കോടികളൊക്കെ ആയിരുന്നു അവർക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. അവിടുന്ന് ഈ ഒരു വർഷത്തെ എക്സ്പെക്ടേഷൻ, അതായത് FY26 എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 250-270 കോടിയുടെയൊക്കെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ള രീതിയിലേക്ക് മാനേജ്മെന്റ് ഗൈഡൻസ് കാര്യങ്ങൾ കൂട്ടി. അതൊരു നല്ല കാര്യമായിരുന്നു. അതുപോലെ തന്നെ അവർ FY27 ഗൈഡൻസ് നോക്കിയാൽ ഞാൻ പറഞ്ഞില്ല 7600 കോടിയായിരുന്നു അവരുടെ ഗൈഡൻസ്. അവരവിടുന്നത് 8100 കോടിയായിട്ട് ഗൈഡൻസ് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ FY27 നോക്കുന്ന സമയത്തേക്ക് ഏകദേശം ഒരു 32% ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ആ ഒരു ബിസിനസ്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് മാനേജ്മെന്റ് ഗൈഡൻസ് കാര്യങ്ങൾ കൂട്ടിയിരുന്നു. ആ ഒരു സമയത്ത് പക്ഷേ അവർ ക്ലിയർ ആയിട്ട് FY2030 ഒരു ഗൈഡൻസ് കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അതായത് 2030 ആവുന്ന സമയത്തേക്ക് അവർക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ അവർ ക്ലിയർ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞത് FY30 ആവുന്ന സമയത്തേക്ക് അവർ ഏകദേശം 18,000-19,000 കോടിയുടെ റവന്യൂ ചെയ്യുമെന്നുള്ള കാര്യവും, അതേപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ പാറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ 5.4% പാറ്റ് മാർജിൻ കൂട്ടുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ FY27 അതായത് ഈ ഫൈനാൻഷ്യൽ ഇയർ അവർ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആവുന്നുള്ളൂ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആവുന്നുള്ള കാര്യം പറഞ്ഞു. സോ ഓൾറെഡി ക്യാഷ് ഫ്ലോ ഒക്കെ നെഗറ്റീവിലുള്ള ഒരു ബിസിനസ് ആയിരുന്നു. കാരണം നല്ല ഹെവി രീതിയിൽ ഇവർക്ക് നല്ല ക്യാപിറ്റൽ കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്ന ഒരു ബിസിനസ്സാണ്. കാരണം ഗോൾഡ് ബൈ ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ അവരിത് FY2030 ആവുന്ന സമയത്തേക്ക് അവരുടെ ടോട്ടൽ പ്രോഫിറ്റിന്റെ 20% എങ്കിലും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആവുന്നുള്ള കാര്യവും, അതുപോലെ FY27 അവർ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആവും, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആവുന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇവരുടെ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞില്ല, ഗോൾഡ് ഇപ്പോൾ ഓർഡർ വരുവാണെന്നുണ്ടെങ്കിൽ ഇവർ ഗോൾഡ് ബൈ ചെയ്തതിന് ശേഷം അതിൽ മാനുഫാക്ചർ ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഗോൾഡ് ബൈ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ക്യാപിറ്റൽ കാര്യങ്ങൾ ആവശ്യമുണ്ട്. പക്ഷെ അത് അവർ അഡ്വാൻസ് ഗോൾഡ് മോഡലിലേക്ക് മാറാൻ പറ്റും. അതായത് അഡ്വാൻസ് ഗോൾഡ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്യാൺ ജുവലേഴ്സിന് ജ്വല്ലറി ആവശ്യമുണ്ടെങ്കിൽ കല്യാൺ ജുവലേഴ്സ് ആയിരിക്കും ഈ പറഞ്ഞ പോലെ സ്വർണ്ണം കാര്യങ്ങൾ കൊടുക്കുന്നത്. ഈ പറഞ്ഞ സ്കൈ ഗോൾഡ് അതിൽ മാനുഫാക്ചർ ചെയ്തായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അത് വരുമ്പോഴത്തേന് ഇവർക്ക് അസറ്റ് ലൈറ്റ് ആയിട്ട്, അതായത് കൂടുതലായിട്ട് ഇവരുടെ ഫണ്ട് കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല. സോ ആ ഒരു രീതിയിലുള്ള ബിസിനസ് FY30 ആവുന്ന സമയത്തേക്ക് അവർ 20%ലേക്ക് എത്തുന്നു. അതായത് ഈ പറഞ്ഞ അഡ്വാൻസ് ഗോൾഡിലുള്ള ബിസിനസ് 20% ആവും എന്നുള്ള കാര്യവും, ആ ഒരു രീതിയിൽ വരുമ്പോൾ ഡെപ്റ്റ് കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ കുറയും എന്നുള്ള കാര്യങ്ങളെല്ലാം മാനേജ്മെന്റ് പറയുന്നത്. കാരണം അവർക്ക് കൂടുതൽ GML കാര്യങ്ങളൊന്നും എടുക്കേണ്ടതായിട്ട് വരില്ല. ആ രീതിയിൽ ഇവർ അങ്ങനെ മാറും എന്നുള്ള കാര്യം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാഷ് ഫ്ലോ ഏകദേശം പാറ്റിന്റെ 20% ക്യാഷ് ഫ്ലോ ആവും എന്നുള്ള കാര്യം. പിന്നെ അതുപോലെ സ്റ്റഡഡ് ജുവലറീസിന്റെ പെർസെന്റേജ് വോളിയം കൂടും എന്നുള്ള കാര്യം മാനേജ്മെന്റ് പറയുന്നത്. കാരണം സ്റ്റഡഡ് ജുവലറീസും അതുപോലെ തന്നെ 18 ക്യാരറ്റും 14 ക്യാരറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൂടും എന്നുള്ള കാര്യം പറഞ്ഞു. കാരണം ഇതൊക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് ഇവർക്ക് ഈ പറഞ്ഞ മേക്കിംഗ് ചാർജ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇതെല്ലാം മാർജിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഈ പറഞ്ഞ വോളിയം, ഈ പറഞ്ഞ അഡ്വാൻസ് ഗോൾഡിൽ നിന്നുള്ള ബിസിനസ് വരിക എന്ന് പറയുമ്പോഴത്തേന് അത് തന്നെ ഏകദേശം ഇവരുടെ മാർജിൻസിന് കൊടുക്കും. കാരണം ഇവർ അത്ര ഫണ്ട് ഇവരെ എക്സ്ട്രാ റൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് സ്റ്റഡഡ് ജുവലറിലേക്ക് കിടക്കുമ്പോഴത്തേന് അതിലും മാർജിൻ കൂടുതലെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. സോ ആ രീതിയിൽ ഇവരെ മാർജിൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ്. സോ ഈ രീതിയിൽ ഇവർ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവരെ നല്ല രീതിയിൽ മാർജിൻസിന് ഇമ്പ്രൂവ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ മാനേജ്മെന്റ് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ 5.4%. ഇപ്പോൾ കഴിഞ്ഞൊരു ഫൈനാൻഷ്യൽ ഇയർ ചെയ്തിരുന്നത് 4.5%. ഏകദേശം അവർ, അതായത് ആ 4% അവർ ടാർഗറ്റ് ചെയ്തത്, 4.5% ടാർഗറ്റ് ചെയ്തത്. അടുത്ത 5 വർഷത്തിന് ശേഷം 4 വർഷത്തിന് ശേഷം അവർ ഗൈഡ് ചെയ്തിരിക്കുന്ന 5.4%. അത് പാറ്റ് മാർജിൻ കൃത്യമായിട്ട് ഇമ്പ്രൂവ് ആവുന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോയുടെ കാര്യത്തിലേക്കാണ് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ് തരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റിസൾട്ട് മൊത്തത്തിൽ നല്ലതായിട്ടാണ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എന്നാലും എൻ്റെ ഹോൾഡിംഗ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഫണ്ട് ആഡ് ചെയ്തിരുന്നില്ല. ആ സ്റ്റോക്ക് ഞാൻ അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ Q4 റിസൾട്ട്, അതായത് FY26 ഫുൾ ഇയർ റിസൾട്ട് വരുന്ന സമയത്ത് അവർ 6100 കോടി റവന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 6300 കോടി അവർ റവന്യൂ ചെയ്തു. ആ ഗൈഡൻസിനെ അവർ ബീറ്റ് ചെയ്തു.
അതുപോലെ തന്നെ അവരുടെ പാറ്റ് മാർജിൻ നോക്കിയാൽ ഏകദേശം 4.5% അടുത്തേക്ക് അവരുടെ പാറ്റ് മാർജിൻ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ മാനേജ്മെന്റ് എന്താണോ പറഞ്ഞത് അതിന് മുകളിലേക്ക് അവർക്ക് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവർ FY26 കുറെ പുതിയതായിട്ടുള്ള അക്വിസിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്റ്റാർ മംഗൾസൂത്ര എന്ന് പറഞ്ഞിട്ടൊരു ബിസിനസ്സിനെ പുതിയതായിട്ട് അക്വയർ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഇവർ ഗൾഫിൽ ഇവരുടെ ഒരു സബ്സിഡിയറി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇവർക്ക് എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ കിടക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ ദുബായിൽ അവർ ഈ പറഞ്ഞ രീതിയിൽ പുതിയൊരു സബ്സിഡിയറി കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. സോ ആ ഒരു രീതിയിൽ ഇവർ ബിസിനസ് കാര്യങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവർക്ക് പുറത്തേക്ക് എക്സ്പോർട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൂട്ടുന്നു. സോ ഇതെല്ലാം ഇവരുടെ ഈ പറഞ്ഞ മാർജിൻസിനൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ എക്സ്പോർട്ട് റവന്യൂ കാര്യങ്ങളൊക്കെ കൂടുക എന്നുള്ളത്. സോ ആ ഒരു രീതിയിലൊക്കെ ബിസിനസ് മൊത്തത്തിൽ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. FY25 FY26 വരുമ്പോഴത്തേന് ഇവരുടെ വോളിയം കാര്യങ്ങൾ അതായത് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്ത് കാണാനായിട്ട് പറ്റും. അതിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 700 കിലോഗ്രാം പെർ മന്ത് ആയിരുന്നു അവരുടെ കപ്പാസിറ്റി ഉണ്ടായിരുന്നത്. അത് FY25 എൻഡ് ചെയ്യുന്ന സമയത്തേക്ക് അവരത് അതായത് FY26 തുടക്കമൊക്കെ ആകുന്ന സമയത്തേക്ക് അവരത് 1000 കിലോഗ്രാം പെർ മന്ത് എന്നുള്ള രീതിയിലേക്ക് ഇവരുടെ കപ്പാസിറ്റി എത്തിച്ചിരുന്നു. അതിനുശേഷം അവർ പുതിയ കപ്പാസിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് ഏകദേശം 4000 കിലോഗ്രാം പെർ മന്ത് എന്നുള്ള രീതിയിലാണ് അവർ കപ്പാസിറ്റി തരുന്നത്. ആ രീതിയിൽ ഇവർ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്തിരുന്നു. സോ മൊത്തത്തിൽ ക്യാപെക്സ് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഡയറക്ഷൻ നോക്കും നല്ല രീതിയിലേക്ക് വരുന്നു. പിന്നെ അതിനെ കഴിഞ്ഞൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മാനേജ്മെന്റിന്റെ ക്ലിയർ ആയിട്ടുള്ള ഗൈഡൻസ്. FY2030 വരെ അവർ 30-35% ഗ്രോത്ത് കാര്യങ്ങൾ ഗൈഡ് ചെയ്യുന്നു. അതും ഗ്രോത്ത് എന്ന് പറയുന്നത് ഇവർ കൃത്യമായിട്ടുള്ള ക്യാഷ് ഫ്ലോ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മാർജിൻസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടുള്ള രീതിയിലാണ് ഇവർ ഗ്രോ ചെയ്യുന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം 30-35% ഗ്രോത്ത് ആണ് ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ Q4 സമയത്ത് നോക്കുമ്പോഴത്തേന് ഈ സ്റ്റോക്കിലെ എൻ്റെ അലോക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്തേക്കാണെങ്കിലും ഞാൻ ആ സ്റ്റോക്കിൽ കുറേ നാളുകളായിട്ട് ഞാൻ പറഞ്ഞില്ല എക്സ്ട്രാ ഫണ്ട് കാര്യങ്ങളൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ Q4 റിസൾട്ട് സമയത്ത് എനിക്ക് എക്സ്ട്രാ ഫണ്ട് ഉണ്ടായിരുന്ന ചെറിയൊരു എമൗണ്ട് കൂടെ ഞാൻ ഈ സ്കൈ ഗോൾഡിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് എവിടെയാണെന്നുള്ള കാര്യം നോക്കിയിട്ടില്ല. എനിക്ക് എൻ്റെ സ്റ്റോക്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, അതിന്റെ പൊട്ടൻഷ്യൽ മുന്നിലേക്കുണ്ട്. എൻ്റെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ അലോക്കേഷൻ 10% മുകളിൽ പോയ സമയത്തേക്ക് അത്ര അലോക്കേഷൻ എനിക്ക് ആ സ്റ്റോക്കിലേക്ക് കൊടുക്കേണ്ടതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്നുള്ള അലോക്കേഷൻ കാര്യങ്ങളൊക്കെ കുറച്ചിരുന്നത്. പക്ഷേ സെയിം ടൈമിൽ ഈ പറഞ്ഞ രീതിയിൽ ബിസിനസ് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അലോക്കേഷൻസ് കാര്യങ്ങൾ കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് വീണ്ടും ഫണ്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്തേക്ക് ഈ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോയോ ആ ഒരു കാര്യങ്ങളൊന്നും നമ്മളെ കൂടുതലായിട്ട് ഞാൻ അതിനെ പറ്റി ഒന്നും അറിയാറില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്റ്റോക്കുകളിൽ വീണ്ടും എൻട്രി എടുക്കാനും നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനോ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ Q4 റിസൾട്ട് അതായത് FY26 എൻഡ് ചെയ്ത സമയത്ത് ഞാൻ വീണ്ടും ഇതിനകത്ത് കുറച്ച് ഫണ്ട് കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം നോക്കിയാൽ ഇപ്പോൾ ഈ ഒരു Q1 റിസൾട്ട് നോക്കിയാൽ Q1 അവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് 78% റവന്യൂ ഗ്രോത്തും 137% പ്രോഫിറ്റ് ഗ്രോത്തുമാണ് അവർക്ക് ഈ ഒരു Q1 വന്നിരിക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 30-35% ഗ്രോത്ത് 30-35 ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗോൾഡിന്റെ പ്രൈസ് കാര്യങ്ങൾ കൂടിയോണ്ട് തന്നെ എന്തായാലും 40-50% ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് അവർ നല്ല രീതിയിൽ 78% അവർക്ക് റവന്യൂ ഗ്രോത്തും അതുപോലെ തന്നെ ഇവർ പണ്ട് എങ്ങനെയാണ് ഗ്രോ ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇവർ ഗ്രോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പാറ്റ് മാർജിൻ നോക്കിയാൽ ഈ ഒരു ക്വാർട്ടറിൽ തന്നെ ഏകദേശം 5% അവർക്ക് പാറ്റ് മാർജിൻ വന്നിട്ടുണ്ട്. അടുത്ത FY2030 അതായത് 4 വർഷത്തിന് ശേഷം അവരുടെ ഗൈഡൻസ് 5.5% എത്തുന്നത്. സോ ആ രീതിയിൽ നോക്കിയാൽ ഇവർ എല്ലാ വർഷവും എങ്ങനെയാണോ സംഭവിക്കുന്നത് അല്ലെ എല്ലാ ഗൈഡൻസിലും എന്താണോ സംഭവിക്കുന്നത് ആ ഗൈഡൻസിനെയൊക്കെ അവർ ബീറ്റ് ചെയ്ത് ആ ഗൈഡൻസിനെ വീണ്ടും അവർ അതിന് മുകളിലേക്ക് ഉയർത്തുകയും അതിനെയും ബീറ്റ് ചെയ്ത് പെർഫോം ചെയ്യുക. ആ ഒരു രീതിയിലാണ് ഈ ഒരു കമ്പനി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ നോക്കിയാൽ നല്ല റിസൾട്ട് തന്നെയാണ് ഈ ഒരു ക്വാർട്ടറിൽ അവർ ഗൈഡ് പെർഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോയുടെ കാര്യമാണെങ്കിൽ എന്തായാലും ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ അവർ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആവുന്നുള്ള കാര്യമൊക്കെ ക്ലിയർ ആയിട്ട് മാനേജ്മെന്റ് സൈഡിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു രീതിയിലൊക്കെ നോക്കിയാൽ നല്ല റിസൾട്ട് കാര്യങ്ങളും തന്നെയാണ് അവർ ഈ ഒരു ക്വാർട്ടറിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ല ബിസിനസ്സുകൾ ഇങ്ങനെയാണ് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം നമുക്കത് സെല്ല് ചെയ്യാനുള്ള റീസൺ കാര്യങ്ങൾ ഉണ്ടാക്കി തരില്ല. സെല്ല് ചെയ്യാനുള്ള റീസൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് സെല്ല് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു രീതിയിൽ നമ്മൾ പലരും എന്നോട് ഇപ്പോൾ കമന്റ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഈ സ്റ്റോക്ക് ബാക്കിയെല്ലാം ഓക്കെയാണ് പക്ഷേ നല്ല സ്റ്റോക്കുകൾ ഫൈൻഡ് ചെയ്ത് നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം എന്തിനാണ് ഇത് സെല്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഒഴിവാക്കുന്നത് എന്നുള്ളൊരു ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട്. ബിസിനസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ലാതെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ സ്റ്റോക്ക് ചിലപ്പോൾ എക്സിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതായിട്ട് വരും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു തവണ ബൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഈ പറഞ്ഞ പേഴ്സൻറ്റേജ് നമുക്ക് ആ ഒരു സാധനമുണ്ട് 100% റിട്ടേൺ നമ്മുടെ ഈ പറഞ്ഞ പോർട്ട്ഫോളിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഇതിനകത്ത് വീണ്ടും ഫണ്ട് ആഡ് ചെയ്യുമ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ചിട്ട് പിന്നെ 150 രൂപയ്ക്ക് പോയിട്ട് അതിൽ എക്സ്ട്രാ ഫണ്ട് ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സ്റ്റോക്കിൽ ഞാൻ പറഞ്ഞില്ല ജൂലൈയിൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ആ 50,000 രൂപ 1.5 ലക്ഷം രൂപയായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ആ 50,000 രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ മാറിയിരുന്നാൽ എനിക്ക് 1 ലക്ഷം രൂപ അതായത് 1.5 ലക്ഷം രൂപ വന്ന സമയത്ത് ആ 1 ലക്ഷം രൂപ എനിക്ക് ലാഭം കിട്ടുള്ളൂ. പക്ഷേ സെയിം ടൈമിൽ ഞാൻ ആ ജൂലൈയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ജൂലൈയിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷവും ഞാൻ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ജൂലൈ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ അതിനകത്ത് വീണ്ടും ഒരു പല തവണയായിട്ട് 50,000-60,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എനിക്കൊരു 100% മുകളിലേക്ക് ഇപ്പോൾ റിട്ടേൺ തന്നിട്ടുണ്ടാവണം. സോ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഈ നമ്പേഴ്സ് പറയുന്നത്.
ആ ഒരു രീതിയിൽ എനിക്ക് ആ റിട്ടേൺ വരുമ്പോഴത്തേന് ഞാൻ 1.5 ലക്ഷം രൂപയായിട്ട് ഇപ്പോൾ ഇരിക്കേണ്ട സമയത്ത് എനിക്ക് 50,000 60,000 എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്തതിനകത്തും എനിക്ക് കിട്ടും. ഈ പറയുന്ന 100% അല്ലെ 80, 90, 100% ഒക്കെ അതിലും എനിക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ഓവറോൾ പോർട്ട്ഫോളിയോ നോക്കുമ്പോഴത്തേന് ചിലപ്പോൾ ഓവറോൾ പോർട്ട്ഫോളിയോ ചിലപ്പോൾ 100, 120, 140% ആയിരിക്കും ഗ്രോ ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ മേക്ക് ചെയ്യുന്ന വെൽത്ത് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ 1 ലക്ഷം രൂപ ലാഭം കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ചിലപ്പോൾ 1.25 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ മൊത്തത്തിൽ ലാഭം കൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നല്ല ബിസിനസ്സുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിവാർഡ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ അതിനകത്തോട്ട് ഫണ്ട് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നല്ല റിസൾട്ടുകൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക്. അതല്ലാതെ മോശമായിട്ട് ഇപ്പോൾ ഈ ഒരു ബിസിനസ് ഇപ്പോൾ ഈ സ്കൈഗോൾഡിന്റെ കാര്യമാണെങ്കിൽ പോലും എനിക്ക് Q2 റിസൾട്ടിന്റെ സമയത്ത് എനിക്ക് അതിന്റെ ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറയുന്നതായിട്ടും അവർക്ക് വലിയ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് നോക്കുമ്പോൾ FY27 എൻഡ് ചെയ്യുന്ന സമയത്തേക്ക് ഇവരുടെ ബിസിനസ് താഴേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സ്റ്റോക്കിൽ നിന്ന്, അതുപോലെ തന്നെ എൻ്റെ അലോക്കേഷൻസും വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആ സ്റ്റോക്കിൽ നിന്ന് ഒഴിവാക്കി. അതിനുശേഷം വീണ്ടും സ്റ്റോക്കിന്റെ പെർഫോമൻസ് നല്ലതാണെന്നും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനകത്തേക്ക് വീണ്ടും ഫണ്ട് ആഡ് ചെയ്യാനും എനിക്ക് യാതൊരു മടിയില്ല. അല്ലാതെ എനിക്ക് അങ്ങനത്തെ ഈഗോസ് കാര്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ സ്റ്റോക്കിൽ നമുക്ക് നല്ലതാണ് നമ്മൾ എൻട്രി എടുക്കും, നമ്മൾ എക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അല്ല നമ്മൾ കുറച്ച് സെല് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്കിൽ മൂവ്മെന്റ് വന്നു, സോ ഇതിന്റെ ഒന്നും പേരിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് ആ ബിസിനസ് പെർഫോം ചെയ്യുകയാണെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നമ്മൾ അതിനകത്ത് ഫണ്ട് ആഡ് ചെയ്യും. അതല്ല മോശമാകുമ്പോൾ നമ്മളത് എക്സെപ്റ്റ് ചെയ്ത് ഒഴിവാക്കും. എക്സെപ്റ്റ് ചെയ്താലും വീണ്ടും അത് നന്നാവുന്ന സമയത്ത് വീണ്ടും അതിനകത്ത് ഫണ്ട് ആഡ് ചെയ്യും. അത് വീണ്ടും അത് മോശമാകണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അതിന് എക്സെപ്റ്റ് ചെയ്യും. സോ ഈ ഒരു രീതിയിൽ അത് ഞാൻ പറഞ്ഞത് വെച്ചാൽ ചുമ്മാ വെറുതെ പോയിട്ട് ഒരു ക്വാർട്ടറിൽ എന്തെങ്കിലും ഒരു സാധനം കണ്ടിട്ട് എക്സെപ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടല്ല പറയുന്നത്. ആ ഒരു മൊത്തത്തിൽ ആ സ്ട്രക്ചറിൽ ആ ഒരു ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് എക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ചെയ്യാറ്. സോ ആ ഒരു രീതിയിൽ തന്നെയാണ് അവരുടെ ആ ഒരു Q2 സമയത്താണ് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തു. പക്ഷേ മൊത്തത്തിൽ ആ ഒരു ബിസിനസ് വീണ്ടും തിരിച്ച് നല്ല രീതിയിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും അതിനകത്ത് ആഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു രീതിയിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റോക്കുകളിലും ഞാനിപ്പോൾ നേരത്തെ നമ്മൾ 1-2 കമ്പനികളിൽ ഞാൻ എങ്ങനെയാണ് അതിനകത്ത് ഹോൾഡ് ചെയ്തത്, ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. നമ്മൾ കൃത്യമായിട്ട് ആ ഒരു കമ്പനി നന്നായിട്ട് സ്റ്റഡി ചെയ്ത് നമുക്ക് എന്താണ് ആൻസിപ്പേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതിനുശേഷം അവരുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യും. ആ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണം. അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള മാനേജ്മെന്റ് ഗൈഡൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് നല്ല രീതിയിൽ തന്നെയാണോ, അതായത് ഉള്ള അവസ്ഥയിൽ നിന്ന് മോശമാവുകയാണോ നല്ലതാവുകയാണോ എന്നുള്ളതാണ്. സോ മോശമാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയാൽ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. അതങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഫണ്ട് ആഡ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ സംസാരിച്ച സ്റ്റോക്കുകളിലൊക്കെ ഇതേ കാര്യം തന്നെയാണ് ചെയ്തത്. നമ്മൾ ഓരോ ക്വാർട്ടറിലും റിസൾട്ടിനനുസരിച്ച് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുകയോ, ഫണ്ട് വേണമെങ്കിൽ ചിലപ്പോൾ അത്ര നല്ലതായിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ സ്റ്റോക്ക് കട്ട് ചെയ്യില്ല. പക്ഷേ ആ സ്റ്റോക്കിൽ നമ്മൾ എക്സ്ട്രാ ഫണ്ട് ചിലപ്പോൾ ആഡ് ചെയ്തില്ലെന്നിരിക്കും. ഇപ്പം ഞാൻ Q3 ഞാൻ എന്താണോ ഈ സ്റ്റോക്കിൽ ചെയ്തത് അവിടെ ഞാൻ ഫണ്ട് എക്സ്ട്രാ ആഡ് ചെയ്തൊന്നുമില്ല. പക്ഷെ നല്ല റിസൾട്ടാണ്. പക്ഷെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ല, നമ്മൾ ആഡ് ചെയ്തില്ല. പക്ഷേ Q2 നോക്കി കഴിഞ്ഞാൽ റിസൾട്ട് നല്ലതാണ്. പക്ഷേ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ അത്ര നല്ലതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിരുന്നു. പക്ഷേ അവിടുന്ന് ശേഷം ഇപ്പോൾ Q3 കഴിഞ്ഞിട്ട് Q4 വന്നപ്പോൾ വീണ്ടും, അതായത് ഈ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് സമയത്ത് വീണ്ടും നന്നായിട്ട് തോന്നി, വീണ്ടും അതിനകത്ത് ആഡ് ചെയ്യുകയാണ്. Q1 നോക്കി കഴിഞ്ഞാൽ വീണ്ടും അവിടെ നല്ല രീതിയിലുള്ള റിസൾട്ട് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യും. സോ ഈ ഒരു സമയത്ത് ഈ Q1 റിസൾട്ട് സമയത്ത് ഞാൻ എക്സ്ട്രാ ഫണ്ട് അതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് വരില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ ആഡ് ചെയ്യാനുള്ള ഫണ്ട് എക്സ്ട്രാ ഇല്ലായിരുന്നു. കാരണം എൻ്റെ ഓൾറെഡി ഉള്ള ബിസിനസ്സുകളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സോ അതിൽ പലതിലും ഞാൻ ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യാനായിട്ട് എൻ്റെ ഏതെങ്കിലും ഒരു ബിസിനസ് മോശമായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്താലും 1-2 സ്റ്റോക്കുകൾ മോശമായിട്ട് പെർഫോം ചെയ്താൽ അതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ആ ഫണ്ടാണ് ഞാൻ പുതിയൊരു സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ എനിക്ക് ഈ ഒരു ക്വാർട്ടറിൽ എനിക്ക് ഇതിലേക്ക് എക്സ്ട്രാ ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ അടുത്ത ക്വാർട്ടറിൽ എനിക്ക് എൻ്റെ നല്ല രീതിയിൽ ഫണ്ട് കാര്യങ്ങളൊക്കെ വരികയും ഈ സ്റ്റോക്ക് വീണ്ടും നന്നായിട്ട് പെർഫോം ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ ഈ ഒരു പ്രൈസിൽ ഇപ്പോൾ 200% ഒക്കെ റിട്ടേൺ തന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പോലും നമ്മൾ ഇവിടെയും വീണ്ടും ഫണ്ട് ആഡ് ചെയ്യും. സോ അതിനൊന്നും യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. കാരണം സ്റ്റോക്കിന് പോകാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇവിടുന്ന് ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവിടുന്ന് 10x ആയിരിക്കും ചിലപ്പോൾ റിട്ടേൺ തരാൻ പോകുന്നത്. അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബിസിനസ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്രയും കാലം നമ്മൾ ആ സ്റ്റോക്കിനെ റിവാർഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ബിസിനസ്സുകളെ നന്നായിട്ട് പഠിച്ച് ട്രാക്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിട്ടേൺസും കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. എനിക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. പല സ്റ്റോക്കുകളും നല്ല രീതിയിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ 1-2 സ്റ്റോക്കുകളിലേക്കും കൂടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.